മഹാനവമി, ഗാന്ധി ജയന്തി ദിനങ്ങളാണ്. അതിൻ്റെ എല്ലാ ആശംസകളും നേരുന്നു. ഒരു ശുഭവാർത്തയാണ് രാജ്യത്തെ ജീവനക്കാർക്കുള്ളത്. 3% DA കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിച്ചു. ആ 3% DAയും DRും 3% വർദ്ധിപ്പിച്ചു. ജൂലൈ മാസം മുതൽ അതിന് പ്രാബല്യം എത്തുന്നുണ്ട്. ഇപ്പോൾ സെപ്റ്റംബർ ഒക്ടോബർ ആയല്ലോ. അപ്പം ജൂലൈ മാസം മുതലുള്ള 6 മാസത്തിലൊരിക്കലാണ് DA ശരിക്കും രാജ്യത്ത് മാറ്റം വരുന്നത്. എന്തായാലും 3% DA കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചു. അപ്പോൾ കേന്ദ്ര സർക്കാർ ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ളതാണ്. അവർക്ക് പൊതുവേ ശമ്പളം കൂടുതലാണ്, ശമ്പള സ്കെയിൽ കൂടുതലാണ്. പ്രത്യേകിച്ച് മെട്രോ നഗരത്തിലൊക്കെ നല്ല ശമ്പളമാണ്. അപ്പോൾ അത്തരത്തിലുള്ള ശമ്പള സ്കെയിലുകൾ കിട്ടുന്ന ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം 3% ചെറിയ തുകയല്ല, നല്ലൊരു തുക വീണ്ടും അവർക്ക് കിട്ടും. പ്രത്യേകിച്ച് ജൂലൈ, ആഗസ്റ്റ്, സെപ്റ്റംബർ കഴിഞ്ഞ 2-3 മാസത്തെ കിട്ടും. ഇനി അങ്ങോട്ടുള്ള ശമ്പളത്തിൽ ആ DAയും കൂടി കൂട്ടിയ ശമ്പളമായിരിക്കും കിട്ടുന്നത്. എന്തായാലും 3% DA കൂട്ടിയിട്ടുണ്ട്. അത് അശ്വനി വൈഷ്ണവ് അത് പത്രസമ്മേളനത്തിൽ, കേന്ദ്ര റെയിൽവേ മന്ത്രി അശ്വനി വൈഷ്ണവ് അത് പത്രസമ്മേളനത്തിൽ പറഞ്ഞു. അതുപോലെ തന്നെ കേന്ദ്രീയ വിദ്യാലയങ്ങൾ 57ഓളം കേന്ദ്രീയ വിദ്യാലയങ്ങൾ പുതിയ തുടങ്ങുന്നു. അപ്പോൾ അത്തരത്തിലുള്ള പുതിയ തീരുമാനങ്ങൾ വരുന്നു. എന്തായാലും ബീഹാറിലൊക്കെ തെരഞ്ഞെടുപ്പ് വരുന്നു, രാജ്യത്ത് പലയിടത്തും തെരഞ്ഞെടുപ്പ് വരുന്നു, കേരളത്തിൽ പഞ്ചായത്ത് രാജിന് തെരഞ്ഞെടുപ്പ് വരുന്നു, പല സംവിധാനങ്ങൾ വരുന്നു. അപ്പോൾ തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിന് ജീവനക്കാർക്ക് 3% DA കൂട്ടി, അല്ലെങ്കിൽ ഡിയർനെസ് അലവൻസ് കൂട്ടി എന്നുള്ള ഒരു സന്തോഷ വാർത്തയാണുള്ളത്. ഇത് നമ്മുടെ പ്രേക്ഷകരെ അറിയിക്കുകയാണ്. കേരളത്തിലെ DAയെ സംബന്ധിച്ചും ശമ്പള ഭക്ഷണത്തെക്കുറിച്ചും പങ്കാളിത്ത പെൻഷനെക്കുറിച്ചുമൊക്കെ നമ്മൾ നിരവധി വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അത് ഈ വീഡിയോകൾ കാണുക. കേരളത്തിലും ഇതൊക്കെ കൂടട്ടെ. എല്ലാവർക്കും ശമ്പളം സർക്കാരിൻ്റെ ജീവനക്കാർക്ക് അർഹമായത് അവർക്ക് കിട്ടട്ടെ. അതേസമയം ക്ഷേമ പെൻഷനുകളും മറ്റു കാര്യങ്ങളും എല്ലാം കൊടുക്കുകയും വേണം. അതിനനുസരിച്ചുള്ള സാമ്പത്തിക വരുമാനം നമ്മുടെ സംസ്ഥാനം ഉണ്ടാക്കാനുള്ള പ്രവർത്തനങ്ങൾ കൂടി നടക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. എന്തായാലും ഇന്നത്തെ ശുഭദിനത്തിൽ ഈ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ച 3% DAയുടെ വാർത്ത ഞങ്ങൾ അനൗൺസ് ചെയ്യുകയാണ്, ഞങ്ങൾ പറയുകയാണ്. എല്ലാ ചാനലുകളും പത്രങ്ങളും ഒക്കെ ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. എന്തായാലും ഞങ്ങളും കാരണം DAയും അതുപോലെ തന്നെ ശമ്പള പരിഷ്കരണം പോലുള്ള കാര്യങ്ങൾ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്ന ഒരു ചാനൽ ഡിജിറ്റൽ ചാനൽ എന്നുള്ള നിലയിൽ ആണ് ഞങ്ങൾ ഈ വാർത്തയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നത്. അത് കേന്ദ്ര ഗവൺമെൻറ് കൊടുത്താലും സംസ്ഥാന ഗവൺമെൻറ് കൊടുത്താലും കൊടുക്കാതിരുന്നാലും ഞങ്ങൾ വാർത്തകൾ ചെയ്യാറുണ്ട്. എന്തായാലും കേന്ദ്ര ഗവൺമെൻറ് ഇപ്പോൾ ഇത് കൊടുത്തിരിക്കുന്നു. അതൊരു വാർത്ത എന്നുള്ള നിലയിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു. എന്തായാലും കേന്ദ്ര സർക്കാർ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം വലിയ സന്തോഷമുള്ള ഒരു വാർത്തയാണ്, സന്തോഷമുള്ള ദിവസമാണ്. അവർക്ക് ജൂലൈ മുതൽ 3% DAയും DRും കിട്ടിയിരിക്കുന്നു.